അതെ. എന്നിട്ട് നേരെ ഡിഡു തരും. ഡിഡു ലച്ചുമാ ഡിഡു തരാം. വളരെ ലൂസാക്കി കെട്ടിയാണ്. ഒറ്റ കെട്ട് മതി തൽക്കാലം. മതി വേണ്ട. അനുസരിക്കത്തില്ല. ഇത് തന്നെ ഇഷ്ടമാണ്. അത് ലൂസായിട്ട് നിൽക്കുമ്പോഴേ ഇങ്ങനെ പരന്ന് നിൽക്കുള്ളൂ. അപ്പോൾ ഭംഗിയാണ്. കൊതുകിനെ അടിച്ചപ്പോൾ തരിച്ചു പോയി. അവളതിനെ കൊല്ലാൻ നോക്കി, പക്ഷെ കിട്ടില്ല. അവിടെ ക്യാമറ സ്കീമിന് പ്രൊമോഷൻ ഒന്നുമില്ല. ഇതിപ്പോ അവള് ബാലൻസ് വെച്ചാ പിന്നെ കുറച്ച് കഴിയുമ്പോ കൊടുക്കുക അല്ലേ? പക്ഷെ എനിക്കൊരു സ്പൂണിൽ കണ്ണുണ്ടായിരുന്നു. മെഷീൻ പ്രവർത്തനം കൊണ്ട് ഞാൻ അതാ പറഞ്ഞു, ആ പ്ലേറ്റ് ആ അടക്കം കൊണ്ട് മാറ്റി വച്ചു കൊടുക്കാൻ പറ്റത്തില്ല. പ്രവർത്തനം ആ മെഷീൻ ഒന്ന് ഓഫാക്കാമോ? ക്ഷീണിച്ച് ബ്രേക്ക് എടുക്കാൻ ഇവിടെ തേച്ച് കൊടുത്തിട്ട് ഇങ്ങനെ കാണിച്ചല്ലേ. ബ്രേക്ക് കൊടുക്കുക. കളിയാക്കുന്നു. ബ്രേക്ക് കൊടുക്കാനാ പറഞ്ഞ. അല്ല, ഇവള് രണ്ട് സൈഡും വെച്ച് തേച്ച് കൊടുക്കാതിരിക്കും. അങ്ങനെ ലക്ഷ്മിയുടെ ഉത്രാടാഘോഷം നടന്നുകൊണ്ടിരിക്കുകയാണ്. അവൾക്ക് ഭയങ്കര സന്തോഷമാണ് ഇങ്ങനെ എടുത്തു കൊടുത്താ. തനിയെ നിൽക്കാൻ നേരം എന്തും മടിയായിരുന്നു നോക്കിയ. ഒന്ന് വെയിറ്റ് ഒക്കെ ചെയ്ത് ആ നേരം പോലെ സ്ഥിതിക്കില്ലല്ലേ. നാക്കിന്റെ പ്രവർത്തനം വളരെ മനോഹരമായി നടക്കുന്നു. ബാക്കി ഡിഡു കഴിച്ചോട്ടെ. ഇച്ചിരി പോയോ കഴുത്ത കിട്ടിയത്? ബാക്കി ഡിഡു കഴിച്ചോട്ടെ ലച്ചുമ. ലച്ചുമ ബാക്കി ഡിഡു കഴിച്ചോട്ടെ. ഇടുമില്ല സമ്മതിക്കില്ല. അപ്പുറം ഇരിക്കാം, ഒരു കുഴപ്പമില്ല. അഞ്ചാറ് മ്യാവും ഒരു മാമ്പലും ഒരു പാവം കാവലിരുന്നു. ഒന്നും കഴിക്കാൻ സോറി, സ്ഥലം മാറിപ്പോയി. മണിക്കുട്ടി അങ്ങനെ കണ്ടെടുത്ത് തേച്ച് കൊടുക്കല് കേട്ടോ. കണ്ടോ പിന്നെ ക്ഷീണമല്ലേ ഇത് കുറച്ച് നക്കി കഴിഞ്ഞാൽ. കണ്ട ഞങ്ങളുടെ സ്വർണ്ണമണികൾക്ക് അത് കേട്ടോ കുടഞ്ഞ് ചുറ്റും പൂക്കും. ബാക്കി വൃത്തി വെച്ചാൽ അവർക്ക് തന്നെ കൊടുക്കും.